ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഇന്നു മുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് കടന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ SIT ഒരു വശത്ത് കാണിച്ചു കൂട്ടുന്നതൊക്കെ നമ്മൾ നിരന്തരം കണ്ടതാണ്. ഇതിൽ നമുക്കൊരു പ്രതീക്ഷ ഇപ്പോൾ ഉള്ളത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിലാണ്. ഇതിൽ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയാണ് ED. മുരാരി ബാബു അടക്കമുള്ളവർക്ക് സമൻസ് അയച്ചിട്ടുണ്ട്. ജാമ്യ വ്യവസ്ഥ അനുസരിച്ച് SITക്ക് മുന്നിൽ ഹാജരാകേണ്ടതിനാൽ മുരാരി ബാബു ഇന്ന് ED ഓഫീസിൽ ഹാജരായില്ല. അതെ SITന്റെ അടുത്ത് പോകേണ്ടതുകൊണ്ട് ഇന്ന് വരാൻ പറ്റില്ല എന്നാണ് മുരാരി ബാബു അറിയിച്ചിരിക്കുന്നത്. എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സജീവ രംഗത്തുണ്ട്. ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. ജിജീഷ്, എല്ലാവരുടെയും പ്രതീക്ഷ ഇനി EDയിലാണ്. അത് മാത്രം പോരാ, CBI പോലെയുള്ള ഒരു കേന്ദ്ര ഏജൻസി ഈ വിഷയത്തിൽ വരണം. എന്നാൽ മാത്രമേ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ വൻ തോക്കുകൾ വലയിലാവുകയുള്ളൂ. എങ്ങനെ വിലയിരുത്താം EDയുടെ ഈ അന്വേഷണം? ശ്യാം, വളരെ സമഗ്രമായ ഒരു അന്വേഷണത്തിലൂടെ മാത്രമാണ് ഇനി യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരുള്ളൂ. അതുകൊണ്ട് തന്നെ ശ്യാം പറഞ്ഞതുപോലെ ഒന്ന് നിലവിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നതിനൊപ്പം തന്നെ CBIയുടെ അന്വേഷണം കൂടി ഇതിൽ വരേണ്ടതുണ്ട്. അതേ ഘട്ടത്തിൽ തന്നെയാണ്. കാരണം ഒരു ഭാഗത്ത് SIT അവർക്ക് താല്പര്യമുള്ള രീതിയിൽ അന്വേഷിക്കുന്നു, നിക്ഷിപ്ത താല്പര്യങ്ങൾ വെച്ച് പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു, പലരെയും രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ആ ഒരു സമയത്ത് അന്വേഷണത്തിൽ രണ്ടാം ഘട്ടത്തിലേക്ക് എന്ന് പറയാവുന്ന രീതിയിൽ, അതായത് റെയ്ഡുകൾ പൂർത്തിയാക്കി നിർണായക രേഖകൾ പിടിച്ചെടുത്തു, SIT പിടിച്ചെടുത്ത ചില മൊഴികൾ അത് പരിശോധിച്ചു. അതിനുശേഷം ചോദ്യം ചെയ്യലുകളിലേക്ക് ഇന്നു മുതൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നു എന്നതാണ് അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത്. നിലവിൽ ജാമ്യത്തിൽ ഉള്ളതും ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ജാമ്യത്തിലുള്ള ആളുകളുണ്ട്, ഒപ്പം തന്നെ നിലവിൽ അറസ്റ്റിലാകാത്ത ആളുകളുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട സാക്ഷികളായ മാറിയ ആളുകളുണ്ട്. ഇവരെ എല്ലാം തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി 2 ആഴ്ച മുമ്പ് തന്നെ ഇതിൽ ബന്ധപ്പെട്ട ആളുകൾക്ക് അന്വേഷണ സംഘം സമൻസുകൾ അയച്ചു തുടങ്ങിയിരുന്നു. ചില ആളുകൾ കൂടുതൽ സമയം ഹാജരാകുന്നതിന് വേണ്ടി തേടിയിട്ടുണ്ട്. ഇതിലൊന്നാണ് മുരാരി ബാബു ചോദ്യം ചെയ്യലിന് ആദ്യഘട്ടത്തിൽ തന്നെ ആദ്യ ദിവസം തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടതായിരുന്നു. എന്നാൽ SITക്ക് മുന്നിൽ ജാമ്യ വ്യവസ്ഥകൾ പാലിക്കേണ്ടതിനാൽ അങ്ങനെ ഹാജരാകേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്ന് ഹാജരാകാൻ കഴിയില്ല എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്വേഷണ സംഘത്തിന് കത്ത് നൽകിയിട്ടുണ്ട്. മറുപടി നൽകിയിരിക്കുകയാണ് മുരാരി ബാബു അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ്. കാരണം ഇത്തരത്തിൽ സ്വർണ്ണപ്പാളികൾ കൈമാറുന്ന സമയത്തെല്ലാം പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന ഒരാളാണ് മുരാരി ബാബുവിൻ്റെ അറിവോടെയാണ് കാര്യങ്ങൾ നടന്നിരുന്നത് എന്ന കാര്യം SIT തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും മുരാരി ബാബുവിലൂടെ വേണം അന്വേഷണത്തിലേക്ക് കടക്കാൻ. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ചെയ്യൽ നടക്കേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അവിടെയും ഏറ്റവും നിർണായകമാണ്. ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വിജിലൻസ് കോടതി ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ സ്വാഭാവിക ജാമ്യം ലഭിക്കുമോ? കാരണം SITക്ക് കൃത്യമായ ദിവസത്തിനുള്ളിൽ സമയബന്ധിതമായി കുറ്റപത്രം സമർപ്പിക്കാൻ SITയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞിട്ടില്ല. അതിനെ തുടർന്ന് ആദ്യ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചിരുന്നു. എന്നാൽ കട്ടിളപ്പാളി കേസിൽ ജാമ്യം ലഭിക്കാനുള്ളത് കൊണ്ട് മാത്രമാണ് റിമാൻഡിൽ തുടരുന്നത്. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൂടി ജാമ്യം ലഭിക്കുകയാണ് എങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ആദ്യഘട്ടത്തിലെ ചോദ്യം ചെയ്യലിൽ ഉൾപ്പെടുത്തും. പ്രധാനപ്പെട്ട വിവരങ്ങൾ തേടുന്ന ഒരു നടപടിയിലേക്ക് പോകും. ഒപ്പം തന്നെയാണ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാർ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ശ്രീകുമാറിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. അങ്ങനെ സുപ്രധാനമായ ചോദ്യം ചെയ്യൽ മാത്രമല്ല, ഈ ചോദ്യം ചെയ്യലിന് മുമ്പ് അന്വേഷണ സംഘം നേരത്തെയുള്ള മൊഴികൾ പലതും പരിശോധിച്ചിട്ടുണ്ട്. കാരണം SITക്ക് ഈ ആളുകൾ നൽകിയിരിക്കുന്ന മൊഴികൾ എന്താണ്, SIT കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അവിടെ എന്തെല്ലാമാണ് പാളിച്ചകൾ സംഭവിച്ചിരിക്കുന്നത്, ബന്ധപ്പെട്ട ഏതെല്ലാം കാര്യങ്ങളിലേക്കാണ് അന്വേഷണം ഇനിയും എത്താതെ ബാക്കിയായിരിക്കുന്നത് എന്നീ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് അതുകൂടി വ്യക്തമാക്കിയുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്കായിരിക്കും അന്വേഷണ സംഘം കടക്കുക. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്ന വിധത്തിലുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ശ്യാം.